വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബലാത്സംഗ കേസിൽ എം മുകേഷ് MLA രാജിക്കായി സമ്മർദ്ദമേറുന്നതിനിടെ നിർണായക CPM സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സംസ്ഥാന നേതാക്കൾ മുകേഷിന് പ്രതിരോധം തീർക്കുമ്പോൾ നടപടി വേണം എന്നാണ് CPM കേന്ദ്ര നേതൃത്വത്തിലെ വനിതകൾ ആവശ്യപ്പെടുന്നത്. നടപടി വേണമെന്ന് PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടിന്റെയും സുഭാഷിണി അലിയുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങളിൽ നിന്ന് പ്രകാശ് കാരാട്ട് ഇന്നും ഒഴിഞ്ഞു മാറി. That is true, and the first thing that has been done is he has been removed from that committee of which he was a member. Now we will see as the case progresses what happens, because we should not get influenced by the kind of people who are raising these demands. There are people in the Congress party who have been charge sheeted for rape. They are still MLAs. The BJP has given remission to rapists in Gujarat. So that is not the point. The point is an allegation has been made, a case is being registered, proper investigation should be made and proper punishment should be given. And I'm sure that the government will act in a proper way. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening. And certainly there will be no escape for anybody against whom a proper case is registered. Action മുകേഷിന്റെ കാര്യത്തില് അത് കേരളത്തിലെ ഡിസൈൻ, നമ്മളിവിടെ ഒന്നും പറയാനായി. ഈ കാര്യം കേരളത്തിലെ ഡിസൈൻ. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് സുരക്ഷയിൽ മുകേഷ് കൊച്ചിയിലേക്ക് തിരിച്ചു. കൊച്ചിയിലെത്തുന്ന മുകേഷ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. ഇപ്പോൾ രാജി എന്നത് വലിയ സമ്മർദ്ദമായി CPM-ന് മേലുണ്ട്. ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു. കേന്ദ്ര നേതൃത്വത്തിലെ വനിതാ നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളോട് MLA സ്ഥാനത്ത് മുകേഷ് തുടരുന്നത് ശരിയല്ല, അതിൽ അനൗചിത്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയുടെ സ്വഭാവം എന്തായിരിക്കും? ഒരു തീരുമാനത്തിലേക്ക് രാജി വെക്കണം മുകേഷ് എന്ന തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വിജയകുമാർ, മുകേഷിന്റെ രാജിക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ AKG സെന്ററിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിജയകുമാർ സൂചിപ്പിച്ച പോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുകേഷിന്റെ രാജിക്കായിട്ടുള്ള സമ്മർദ്ദം ഏറുന്നു. ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം എന്ന നിലപാടെടുക്കുന്നു. പ്രത്യേകിച്ച് CPIയും അതോടൊപ്പം തന്നെ NCPയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാടിലേക്ക് നീങ്ങുന്നു. എന്നാൽ അതേസമയം മറ്റ് ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അവർ ഇത് CPIM-ന്റെ ആഭ്യന്തര കാര്യമാണ്, അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും CPIM-ന്റെ ദേശീയ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വത്തിലുള്ള മുതിർന്ന വനിതാ നേതാക്കൾ മുകേഷിനെ തള്ളി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇതെല്ലാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തുക. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില പരസ്യ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ഈ പരസ്യ പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെടുമ്പോഴും ഇതൊരു രാഷ്ട്രീയമായ ആവശ്യമാണ് എന്നതായിരുന്നു ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പൊതു നിലപാട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. പ്രതിപക്ഷം മാത്രമല്ല, ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു, CPIM-ലെ മുതിർന്ന വനിതാ നേതാക്കൾ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത CPIM-ൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന നേതൃത്വത്തിന്റെയും ഇക്കാര്യത്തിലുള്ള നിലപാട് ഏറെ നിർണായകവുമാവും ഈ ഒരു തീരുമാനത്തിൽ. ഇതിൽ ധാർമ്മികമായ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഇടതുപക്ഷം എപ്പോഴും സ്ത്രീപക്ഷത്തോടൊപ്പമാണ്. അങ്ങനെയെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത്. മറ്റൊന്ന്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണമെന്ന ഒരു ആവശ്യം CPIM-ലുണ്ട്. കൊല്ലത്ത് നിന്ന് മുകേഷ് രാജിവെച്ചാൽ പകരം ആര് അവിടെ മത്സരിക്കും, ഈ സീറ്റ് നിലനിർത്താൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് അത് വീണ്ടും ഒരു മങ്ങലേൽപ്പിക്കുന്നതാകില്ലേ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് മുകേഷ് പ്രത്യേകിച്ച് CPIM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ MLA സ്ഥാനത്ത് ഇത്തരമൊരു കേസിൽ അകപ്പെട്ട് MLA സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ എന്ന ധാർമ്മികമായ ഒരു ചോദ്യം ഉയരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് ശേഷം അന്തിമമായ ഒരു നിലപാടിലേക്ക് CPIM നീങ്ങും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. വിജയകുമാർ, എം മുകേഷിന്റെ രാജി സമ്മർദ്ദം CPM-ന് മേലുണ്ട്. അതിനിടെയാണ് തീരുമാനമെടുക്കാനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്.
പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ വനിതാ നേതാക്കളടക്കം ഓപ്പണായി മാധ്യമങ്ങളോട് മുകേഷ് തുടരുന്നത് അനൗചിത്യമുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനമെടുക്കും CPM എന്നത് അല്പസമയത്തിനകം അറിയാം. സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. മുകേഷ് വിഷയത്തിൽ CPI നിലപാട് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ കാര്യം പറയേണ്ടത് CPI സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും CPI ഭിന്നതയില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നായിരുന്നു ആനി രാജ ഇന്നലെ 24-നോട് പറഞ്ഞത്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി, ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ, ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട് എന്നത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്ക് ഇല്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ കേരളത്തിലെ CPIയുടെ നിലപാട് പറയേണ്ടത് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് അറിയാത്തവരല്ല മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇത് ആനി രാജ ഇത് മനസ്സിലാക്കണം എന്നാണോ ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നത്? ഈ വിഷയത്തിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ നിലപാടാണെങ്കിൽ പോലും അത് ഞങ്ങളാണ് പറയേണ്ടത് എന്ന നിലയിലേക്ക് ബിനോയ് വിശ്വം ഒരു പരസ്യ പ്രതികരണം നടത്തുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഉള്ള ഭിന്നത അത് കുറെ കൂടി പ്രകടമാവുകയല്ലേ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലൂടെ? വിജയകുമാർ, ശരിയാണ്. CPIക്ക് മുകേഷിൻ്റെ വിഷയം, മുകേഷ് രാജിവെക്കണമോ തുടങ്ങിയ ധാർമ്മിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ ഒരു ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം മറനീക്കി പുറത്തു വരികയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മുകേഷിനെതിരെ പരാതി വന്ന് കേസെടുക്കുന്നതിന് മുൻപ് തന്നെ മുകേഷ് രാജിവെക്കണമെന്നുള്ള അഭിപ്രായം ആനി രാജ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനോട് പിന്നീട് CPI നിലവിൽ പ്രതികരിക്കുന്ന ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ പരസ്യമായി മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിൽ നേരിട്ടൊരു മറുപടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകുന്നില്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ കേരളത്തിലെ വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അഭിപ്രായം പറയേണ്ടത്, അത് എല്ലാ ആളുകൾക്കും മാധ്യമങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആനി രാജ ദേശീയ നേതാവാണ്, പക്ഷേ കേരളത്തിലെ കാര്യം പറയേണ്ടത് CPI സംസ്ഥാന സെക്രട്ടറി ആണെന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നത് ആനി രാജയെ തള്ളുക തന്നെയാണ്. ഒപ്പം തന്നെ CPIM തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കി തീർക്കേണ്ട, മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ വായിക്കേണ്ട, എഴുതാപ്പുറം വായിക്കേണ്ട തുടങ്ങിയ വിമർശനങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ ഈ മുകേഷിൻ്റെ രാജി സംബന്ധിച്ച് CPI ഒരു പരസ്യ നിലപാടെടുക്കുന്നില്ല. നേരത്തെ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പുതിയൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും CPI കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഇടത് മുന്നണിയിൽ പോലും, CPIയിൽ മാത്രമല്ല, മുകേഷിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലും ഇടത് മുന്നണിയിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസമില്ല. നിലപാട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. ഒപ്പം തന്നെ മുതിർന്ന നേതാവ്, CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രതികരണം കൂടി ആലപ്പുഴയിലെ CPIയുടെ പരിപാടിക്ക് ശേഷം, അതായത് വിനയ് വിശ്വത്തിൻ്റെ പരിപാടിക്ക് ശേഷം വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയിരുന്നു. ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി പറയുന്നതാണ് അവസാന വാക്കെന്നാണ് പന്ന്യൻ രവീന്ദ്രനും പ്രതികരിച്ചത്. ഏത് വിഷയത്തിലാണെങ്കിലും അത് പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത്. പക്ഷേ ആനി രാജ ഈ രീതിയിൽ പ്രതികരിച്ചല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആനി രാജ പറയേണ്ടത് പറയട്ടെ, പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും പാർട്ടി നിലപാടുകൾ പറയേണ്ടതും പാർട്ടി സെക്രട്ടറി ആണെന്നതാണ് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ നിലപാട് പറയുന്നത്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ നിലപാട് സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ അതെന്താണ് ആ നിലപാട് എന്നത് സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. മറ്റാരും പറയുന്നത് പാർട്ടി നിലപാടല്ല എന്നുകൂടി ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ PV അൻവർ MLA നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ CPM നേതൃത്വത്തിന് അതൃപ്തി. PV അൻവറിനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. PV അൻവറും ജില്ലാ സെക്രട്ടറിയുമായി ചർച്ച നടക്കുകയാണ് ഇപ്പോൾ. നമ്മൾ സാധാരണ മാർക്കറ്റ് കൂടാന്ന് പറയും. നമ്മൾ മാർക്കറ്റ് കൂടാന്ന് വന്നല്ല, ഇത് നമ്മളെ തറവാടാണ്. ഇവിടെ നമ്മളെപ്പോഴും വരുന്ന വിളിച്ചു വരുത്ത് എന്തിന്? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് മൂത്രം ഒഴിച്ചാൽ പോയത്, ഇപ്പോൾ ചായ കുടിച്ച് ഞാൻ പോവുകയാണ്.
ആരെ പിന്തുണണ്ട് ഇല്ല എന്നുള്ളത് ഒക്കെ നമുക്ക് പിന്നീട് ഞങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം എഴുതുന്നത് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഇന്നലെ SP ഓഫീസ് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ തർക്കം, അതിനുശേഷം ഇന്ന് അവിടെ ഒരു കുത്തിയിരിപ്പ് സമരം, SP-യുമായി ഏതാണ്ട് ഒരു ഏറ്റുമുട്ടൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നു PV അൻവർ. പാർട്ടി ഇക്കാര്യത്തിൽ MLA-ക്കൊപ്പം ഇല്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം വരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ മാത്രമാണെങ്കിൽ ഇന്ന് ADGP-ക്കെതിരെ അദ്ദേഹം കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ DGP ഇതിന് കൂട്ടുനിന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെയാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ ഉടൻ തന്നെ അടിയന്തരമായി വിളിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. കാരണം പാർട്ടിക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ ഭരണകക്ഷിയുടെ MLA തന്നെ ഒരു പ്രത്യേക സമരത്തിലേക്ക് നീങ്ങുന്നു. അത് തന്നെ പാർട്ടി നേതൃത്വത്തിന് കടുത്ത മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുകൂടി പരിഗണിച്ചാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി CPM ജില്ലാ നേതൃത്വം PV അൻവർ MLA ഉടൻ തന്നെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഏറെ നേരം PV അൻവർ ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി N മോഹൻദാസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു. അതിനുശേഷം PV അൻവർ MLA പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ PV അൻവർ ഇത് വിളിച്ചു വരുത്തിയതാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഓഫീസ് തന്റെ തറവാടാണ്, ഇടയ്ക്കിടെ പാർട്ടി ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തന്നെ വരും, ഒപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് വന്നത് എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണോ ഈ ഒരു സമരമെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏത് പാർട്ടി എന്നുള്ള മറു ചോദ്യമാണ് PV അൻവർ തിരിച്ചു ചോദിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പിന്തുണ ഇതിനില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കും ഒപ്പം തന്നെ നേതൃത്വത്തിനും കടുത്ത അതൃപ്തി കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ്. ഏതായാലും PV അൻവർ MLA ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തന്നെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുമെന്നുള്ളതാണ് PV അൻവർ MLA നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലോട് കൂടിയാണ് അദ്ദേഹം മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിലേക്ക് സമരവുമായി എത്തിയത്. ADGP MR അജിത് കുമാർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിദാസ് ആയിരിക്കും ആ സമയത്ത് ഇവിടെ നിന്ന് മരമുറിച്ച് ക്യാമ്പ് ഓഫീസിന്റെ പരിസരത്ത് നിന്ന് മരമുറിച്ച് കടത്തി. അതിൽ നിലവിലത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ട് നടപടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ നിലവിലത്തെ മലപ്പുറം SP-ക്കെതിരെയും നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. SP-ക്കെതിരെ മാത്രമല്ല ADGP-ക്കും DGP-ക്കും ഒക്കെ എതിരെ PV അൻവർ MLA ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പാർട്ടി ഇടപെട്ട് ഇപ്പോൾ MLA-യെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം PV അൻവർ എന്ന മാധ്യമങ്ങളെ വീണ്ടും കണ്ടേക്കും എന്നുകൂടി വിവരമുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാന വാർത്ത. ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ആഷിഖ് അബു വിശദീകരിക്കുന്നത്? രാജിക്കത്തിൽ കൂടുതൽ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വിജയകുമാർ ഇപ്പോൾ ആഷിഖ് അബു ഫെഫ്ക സംഘടനയിൽ നിന്ന് രാജി സമർപ്പിച്ചിരിക്കുന്നത്. രാജിക്കത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത വിമർശനങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന പാലിച്ചത് കുറ്റകരമായ മൗനമാണ് എന്നുള്ള രൂക്ഷ വിമർശനത്തോടു കൂടിയാണ് ഈ രാജിക്കത്തിന്റെ തുടക്കം. അത് ഫെഫ്കയുടെ നേതൃത്വത്തിന് അദ്ദേഹം ഇമെയിൽ വഴി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഈ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് B ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തതാണ്. അതിന് പിന്നാലെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിക്കണമെന്ന് ആഷിഖ് അടക്കമുള്ള ഫെഫ്കയിലെ പല അംഗങ്ങളും ഫെഫ്കയോട് ആവശ്യപ്പെട്ടതുമാണ്. അതൊന്നും കേൾക്കാതെ ചില പത്രക്കുറിപ്പുകൾ ഇറക്കി കാടുകയറുന്ന സമീപനമാണ് ഫെഫ്കയുടേതെന്ന് കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാജിക്കത്തിലും രൂക്ഷ വിമർശനം തന്നെ ഉണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഫെഫ്കയിൽ നിന്നുണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ആദ്യം അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇപ്പോൾ ഫെഫ്കയിലും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. കൂടുതൽ രാജികൾ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ്. താരസംഘടനയ്ക്ക് പിന്നാലെ സാങ്കേതിക പ്രവർത്തകരുടെ ഒരു ട്രേഡ് യൂണിയൻ പോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് യൂണിയനായ ഫെഫ്കയിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. B ഉണ്ണികൃഷ്ണനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആഷിഖ് അബു അതിൽ നിന്നും സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ രാജിക്കത്തിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താ വഴി അവസാനിക്കുന്നു.